പതിവ് പോലെ ഇന്ന് നേരത്തെ എണീറ്റല്ലോ എന്ന് കരുതി വാച്ചിലേക്ക് നോക്കിയപ്പോൾ സമയം 2 മണി. വാതിൽ തള്ളി തുറന്ന് ഹോളിലേക്ക് ചെന്ന് ജഗ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ വെള്ളമില്ല. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഇന്ന് അമ്മയില്ലല്ലോ, അമ്മയില്ലെങ്കിൽ ഫുഡും ഇല്ല. പിന്നെ നേരെ അടുക്കളയിലേക്ക് വെച്ചോടിച്ചു. അവിടെ ചെന്ന് ഒരു കാര്യമില്ലാതെ ഫ്രിഡ്ജ് തുറന്നു നോക്കി. ഫ്രിഡ്ജിൻ്റെ അകത്ത് ഒന്നുമില്ല. പിന്നെ രണ്ടാമതൊന്നും ചിന്തിച്ചില്ല. മുഖം കഴുകി നേരെ ഒരു കുപ്പി പാലെടുത്ത് പാല് തിളപ്പിച്ചു. അപ്പോഴും വാഷ് ബേസിൽ ഇന്നലെ കഴുകി വെച്ച പാത്രം എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. പാല് തിളപ്പിച്ച് 2 നാഴി അരിയെടുത്ത് കഴുകി നേരെ ഒരു കുക്കറിലിട്ട് 2 വിസില്. ആഹാ, ചോറ് റെഡി. പിന്നെ ഒരു മുട്ട എടുത്ത് പൊട്ടിച്ചൊരു ഓംപ്ലേറ്റും ചോറും മാത്രം ഇങ്ങനെ കഴിക്കുക ഒരു സുഖമല്ലല്ലോ. നേരെ ഫ്രിഡ്ജിൽ ചെന്ന് ഒന്നുകൂടെ നോക്കി. താഴെ പച്ചക്കറി ഉണ്ട്. അത് വേണ്ട, അത് കുറച്ച് കഷ്ടപ്പാടാ. നേരെ അടച്ചു വെച്ച് മുകളിലെ ഫ്രീസർ എടുത്ത് തുറന്നു നോക്കി. അപ്പം അതിൽ കിടക്കുന്നതേ മീൻ. എങ്കിൽ മീനുണ്ടാക്കാം. കുറച്ച് മസാലയൊക്കെ പുരട്ടി തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചെടുത്തു. ഇതുവരെ ചെയ്ത പോലെയല്ല, ഇനി കുറച്ച് പ്രയാസമാണ്. നല്ല ചൂടാവി പറക്കുന്ന കഞ്ഞിയെടുത്ത് ഊറ്റി ചോറാക്കണം. എന്നാലും കഷ്ടപ്പാടാണെങ്കിലും വിശപ്പിൻ്റെ വിളി കൊണ്ട് അങ്ങോട്ട് ഊറ്റിയെടുത്തു. സ്റ്റീൽ പാത്രത്തിൽ ഫുഡ് കഴിക്കുന്നത് നല്ലതാണെന്ന് ഏതോ ഒരു പരസ്യത്തിൽ കണ്ട ഓർമ്മയുണ്ട്. അതുകൊണ്ട് സ്റ്റീൽ പാത്രം തന്നെ അങ്ങോട്ട് എടുത്തു. പാത്രത്തിൽ ചോറ് ഇട്ട് മീൻ ഇട്ടു. അതിനുശേഷം മുട്ട ഇട്ടു. അപ്പോഴാണ് ചെറിയമ്മ വിളിക്കുന്നത്. അമ്മ ചോറും കറിയും ചെറിയമ്മേനെ ഏൽപ്പിച്ചിരുന്നു. പിന്നെ ഞാൻ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് പ്രശ്നമില്ല. ചെറിയമ്മേന് കുറച്ച് സാമ്പാർ തന്നു. പിന്നെ സാമ്പാറും കൂട്ടിയായി ചോറ്. കുറച്ച് രുചിയുള്ള കൂടി കിടക്കട്ടെ. പിന്നെ ഒരു കാര്യം, ഇത് നിങ്ങൾക്ക് വീട്ടിലും പരീക്ഷിക്കാം. ഇതിന് കോപ്പിറൈറ്റ് ഇല്ല, സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം. പിന്നെ ഇന്നലെ ഡൗൺലോഡ് ചെയ്തു വെച്ചൊരു സിനിമ കാണാനുള്ളത് കൊണ്ടും ഈ ചോറ് തിന്ന് തീർക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.